ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴയാണ്. നമ്മൾ മൈജി സ്റ്റോറിലാണ്. അപ്പോൾ ഇന്ന് ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. എന്താണെന്നുള്ളത് നമുക്ക് വഴിയേ മനസ്സിലാവും. ഓക്കെ, അങ്ങോട്ടേക്ക് പോകാം. ഓഫർ എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിക്കുന്ന ഓഫറാണ് മൈജിയിൽ ഇപ്പോൾ ഒരുക്കുന്നത്. ഗാഡ്ജറ്റ്സ് മുതൽ എല്ലാത്തിനും വാങ്ങുമ്പോഴും നമുക്ക് ലാഭത്തോടെ വാങ്ങിക്കാം. ഇത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയ്ക്കടുത്താണ്. ഐഫോൺ സീസണാണ് ഇപ്പോൾ ഇത്. ഐഫോൺ 17 ഇറങ്ങി നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഫണ്ടില്ലാതെ നമ്മൾ വാങ്ങിച്ചില്ല. ജസ്റ്റ് എല്ലാം കണ്ടു. ഗാഡ്ജറ്റ്സ് പലതുണ്ട്. ഓപ്പോ ആയിക്കോട്ടെ, എല്ലാം പുതിയ സീരീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും വാങ്ങുമ്പോഴും ലാഭം, വിൽക്കുമ്പോഴും ലാഭം. സത്യമാണ്. എക്സ്ചേഞ്ച് ഓഫർ വരെ ഇവിടെ അവൈലബിളാണ്. എന്തായാലും വേണം, എന്തായാലും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഗാഡ്ജറ്റ്സ് വാങ്ങിക്കാനുണ്ടെങ്കിൽ വേഗം തന്നെ മൈജിട്ട് വരെ. ലാപ്ടോപ്പ് ആയിക്കോട്ടെ എല്ലാം ഇവിടെ സെറ്റപ്പായിട്ട് കിട്ടും. 1 വർഷത്തെ വാറൻറ്റി ഉണ്ട് നമുക്ക് ഇവിടെ. പിന്നെ എ സി ഒക്കെ ഇപ്പോൾ എന്തായാലും ചൂടിൻ്റെ സമയമാണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും എ സി പിന്നെ ടി വി ഒക്കെ വേണമല്ലോ. അപ്പോൾ നിങ്ങളെന്തായാലും പോരെ, വെറുതെ ആവില്ല. അപ്പോൾ ഇനിയാണ് നമ്മൾ വാങ്ങിച്ചെന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. നമ്മൾ കൊടുത്തിട്ടുണ്ട്, എന്തായാലും നമുക്ക് പറയാം. നമ്മുടെ ബോട്ടിൻ്റെ പുതിയൊരു വാച്ചാണ് നമ്മൾ വാങ്ങിച്ചത്. ബോട്ടിൻ്റെ ലൂണാർ ഓർബിറ്റ് എന്ന് പറഞ്ഞ വാച്ചാണ് നമ്മൾ വാങ്ങിച്ചത്. വാച്ചില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ വാച്ച് വേണമെന്നോർത്ത് വാച്ചങ്ങ് വാങ്ങിച്ചു. എന്തായാലും വാച്ച് അടിപൊളിയാണ്. പിന്നെ അൺബോക്സിങ് ചെയ്യാമല്ലേ, വേഗം അൺബോക്സിങ് ചെയ്യാം. ഇതെങ്ങാണ്ട് 2000 സംതിങ് ആണ്, 2144 സംതിങ് ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ ഈ ഒരു വാച്ചിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുണ്ട് ജസ്റ്റ്. അപ്പോൾ കണ്ടോ അൺബോക്സിങ് ലെവൽ നോക്കി. എൻ്റെ മോനെ, സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മുടെ വാച്ച് സൂപ്പറായിട്ടുണ്ട്. അവന് ടെസ്റ്റിങ് ചെയ്യണം. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന ശേഷമാണ് നമ്മൾ അൺബോക്സിങ് ചെയ്യണേ. അവിടെ ചെയ്യാൻ പറ്റിയില്ല, കുറേ സമയം എടുത്ത് നമ്മൾ അവിടെ ചെയ്താൽ ശരിയാവില്ല എന്നോർത്ത് നമ്മൾ വീട്ടിലൊന്ന് ചെയ്യണം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കണ്ടോ, ചാർജ് ചെയ്യണ സംഭവമൊക്കെ ഉണ്ട്, എല്ലാ സെറ്റപ്പൊക്കെ ഉണ്ട്. വാച്ചൊന്ന് നീ നോക്കിയാൽ മതി. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് നോക്കാം. വർക്കാവുമോ എന്നൊക്കെ നോക്കണ്ടേ. ഇവിടുത്തെ കണ്ടൊരു വാച്ച് സീനാണ്. വർക്കൊക്കെ ആവുന്നുണ്ട്. ഇത് ഇടയ്ക്ക് ഇങ്ങനെ നിന്ന് പോണേ. ചാർജ് ഇപ്പോൾ ചെയ്യണേ ഉള്ളൂ, അതുകൊണ്ടാണ് നിന്ന് പോണേ, വേറെ ഒന്നും കൊണ്ടല്ല.